ഹലോ, വെൽക്കം ബാക്ക് ടു ലിറ്റിൽ സൈക്കു. നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോകുമ്പോൾ അവിടെ കിട്ടുന്ന ചിക്കൻ ചുക്കയുടെ റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചിക്കൻ ചുക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് സവാള, ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സവാള അരിഞ്ഞു വെക്കണം. എന്നിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് നമ്മുടെ ആ സവാള ഇട്ട് കൊടുത്ത് നല്ല ഒരു ബ്രൗൺ കളർ ആവണ വരെ നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ സവാള വേഗം ഫ്രൈ ആവാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേഗം ഒന്ന് ഫ്രൈ ആയത് കിട്ടും. ഇതിൻ്റെ ആ ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്രൗണിഷ് കളറാവണം. അതാണ് ഇതിൻ്റെ ആ ഒരു പാകം എന്ന് പറയണത്. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് നമ്മുടെ സവാളയൊക്കെ അതിൽ നിന്ന് കോരിയെടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഞാൻ ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കി ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് മുളക് പൊടി അത്യാവശ്യം എരിവ് എങ്ങനെയാണോ അങ്ങനെ അതനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടി ആഡ് ചെയ്യുക. മസാലപ്പൊടികൾ നിങ്ങൾക്ക് എത്ര ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ മല്ലിപ്പൊടി 2 സ്പൂണാണ് ആഡ് ചെയ്യണത്. പിന്നെ അതിലേക്ക് ഗരം മസാല എന്തായാലും ആഡ് ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു ഫ്ലേവറിനൊക്കെ നല്ലൊരു ഇത്. പിന്നെ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെയും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചൊരു പകുതി ചെറുനാരങ്ങ എടുത്തിട്ട് അതിലേക്കൊന്ന് പിഴിഞ്ഞ് കൊടുക്കുക. അതിൻ്റെ കുരു മാറ്റി വെച്ചിട്ടാണ് കേട്ടോ നമ്മളത് പിഴിഞ്ഞ് അതിലേക്ക് വെക്കാനായിട്ട്. പിന്നെ അത് അത്യാവശ്യം ഒന്ന് മിക്സ് ചെയ്യുക, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ ആ ഒരു മസാലകളൊക്കെ അതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ആ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ സവാള പൊരിച്ച് വെച്ചിട്ടുണ്ടായില്ലായിരുന്നു, അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യാം. അതും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് അത്യാവശ്യം അതൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. അതും കൂടെ ജസ്റ്റ് നല്ലോണം ഒന്ന് ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തത് അതും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് പിന്നെ കുറച്ച് തൈരും കൂടെ വേണം കേട്ടോ. തൈരും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒന്നല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ ഒരു 15 മിനിറ്റ് എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 15 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ആ ഒരു മസാലയൊക്കെ അതിലേക്ക് നമുക്ക് പിടിക്കുള്ളൂ. അപ്പോൾ ഇത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ആ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു മസാല മിക്സ് ആയ ചിക്കൻ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, നമുക്ക് ഗ്രേവി ഇച്ചിരി കൂടെ വേണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ ഈ ചിക്കനിൽ അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇങ്ങനെ സ്റ്റൗവിൽ കുക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ചുക്ക ഇവിടെ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയുടെയും കൂടി ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ ജസ്റ്റ് ആ മസാലയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് പിന്നെ ഒന്നുമില്ല, അത് ഇതിലേക്ക് വെളിച്ചെണ്ണയിലേക്കൊന്ന് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ചുക്ക റെഡിയായി കിട്ടും. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ.